കണ്ണൂരിൽ ലഹരിമരുന്ന് വാങ്ങാൻ ആവശ്യപ്പെട്ട പണം മാതാപിതാക്കൾ നൽകാത്തതിലുള്ള വിരോധത്തിൽ സ്വന്തം വീടിന് തീയിട്ട് യുവാവ് പിടിയിൽ. കണ്ണൂർ ആയിക്കര സ്വദേശിയായ അഭിഷേകാണ് കണ്ണൂർ സിറ്റി പോലീസിന്റെ പിടിയിലായത്. പ്രതി ലഹരിക്ക് അടിമയാണെന്ന് പോലീസ് പറഞ്ഞു. ഇന്ന് പുലർച്ചെ 3 മണിയോടെയായിരുന്നു സംഭവം. ആവശ്യപ്പെട്ട പണം നൽകാൻ രക്ഷിതാക്കൾ തയ്യാറാകാത്തതാണ് സ്വന്തം വീടിന് തീയിടാൻ പ്രതിയെ പ്രകോപിപ്പിച്ചത്. കണ്ണൂർ കോവിലകം ആയിക്കര ദണ്ഡമാരിയമ്മൻ കോവിലിന് സമീപത്തെ രാജേഷിന്റെ വീടിന്റെ കിടപ്പുമുറിയാണ് മകൻ അഭിഷേക് പെട്രോൾ ഒഴിച്ച് കത്തിച്ചത്. തീയിടുന്ന സമയത്ത് കിടപ്പുമുറിയിൽ മറ്റു കുടുംബാംഗങ്ങൾ ആരും ഇല്ലാതിരുന്നതിനാലാണ് വൻ ദുരന്തമൊഴിവായത്. തീപിടുത്തത്തിൽ കിടപ്പുമുറിയിലുണ്ടായിരുന്ന കട്ടിൽ, മെത്ത, ഫർണിച്ചറുകൾ, ഫാൻ, വസ്ത്രങ്ങൾ എന്നിവയും വീടിന്റെ വയറിങ്ങും പൂർണ്ണമായും കത്തിനശിച്ചു. മുറിയിൽ സൂക്ഷിച്ചിരുന്ന പണവും അഗ്നിക്കിരയായിട്ടുണ്ട്. ഏതാണ്ട് 3 ലക്ഷം രൂപയുടെ നഷ്ടമാണ് പ്രാഥമികമായി കണക്കാക്കുന്നത്. മകൻ ദിവസവും ലഹരിമരുന്ന് വാങ്ങാനായി പണം ആവശ്യപ്പെടാറുണ്ടെന്നും തുക നൽകിയില്ലെങ്കിൽ വീട്ടിൽ കടുത്ത രീതിയിൽ അക്രമം അഴിച്ചുവിടാറുണ്ടെന്നും രക്ഷിതാക്കൾ പോലീസിനോട് പറഞ്ഞു. അങ്ങനെ അവന്റെ സ്വഭാവം പ്രശ്നങ്ങൾ വെച്ചോക്കുമ്പോ ഉണ്ട്. സാധാരണ തന്നെ അവനൊരു ബീറൊക്കെ കഴിക്കാറുള്ളൂ. ബീറൊക്കെ കഴിച്ചു കഴിഞ്ഞാലും അവനത് പറ്റത്തില്ല. പക്ഷെ ഇപ്പോ മറ്റുള്ള രീതിയിലൊക്കെ എല്ലാം കടന്നിട്ടേ ഉള്ളത്. അത് കഴിഞ്ഞപ്പോ ഭയങ്കര പ്രശ്നം രൂക്ഷമാക്കണം. വീട്ടിൽ ഭയങ്കര വെല്ലുവിളി, ഭീഷണിപ്പെടുത്തലും കാര്യങ്ങളൊക്കെ. പൈസ ചോദിക്കും, പൈസ ചോദിച്ചില്ലെങ്കിൽ വയലുണ്ടാവും. എന്നോട് ചോദിക്കാറുണ്ട്. ചോദിക്കുന്നത് 10-20 രൂപ ഭക്ഷണമേ, അത് ഞങ്ങൾ കൊടുക്കും. പക്ഷെ വന്നിട്ട് വൈഫിനോട് ചോദിക്കുന്നത് 2000-3000 ഒക്കെ ചോദിക്കും. പൈസ ഇല്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര വിഷയമാക്കും. പ്രതി അഭിഷേക് കടുത്ത ലഹരിക്ക് അടിമയാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. പണം നൽകിയില്ലെങ്കിൽ തങ്ങളെയും ഭാര്യയെയും തീവെച്ചു കൊല്ലുമെന്ന് മകൻ ഭീഷണിപ്പെടുത്തിയിരുന്നതായി പിതാവ് രാജേഷ് പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു. രക്ഷിതാക്കളുടെ പരാതിയിൽ വധശ്രമം, പൊതുമുതൽ നശിപ്പിക്കൽ തുടങ്ങിയ ഗുരുതര വകുപ്പുകൾ ചുമത്തിയാണ് കണ്ണൂർ സിറ്റി പോലീസ് കേസെടുത്തിരിക്കുന്നത്. അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ വരും മണിക്കൂറുകളിൽ കോടതിയിൽ ഹാജരാക്കും. ന്യൂസ് മലയാളം, കണ്ണൂർ.